ഡിയർ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കായയും ചിക്കനും കൂടി ഉലർത്തിയതാണ്. അതിനായിട്ട് ഒരു പാൻ ചൂടായി വരുമ്പോൾ ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു മീഡിയം സൈസ് സവാളയാണ്. സവാള ചെറുതായി വഴന്നു വരുമ്പോൾ അതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 3 വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞത്, ഒരു പച്ചമുളക് കട്ട് ചെയ്തത്, ഇവയെല്ലാം ഒന്ന് നന്നായി വഴറ്റിയെടുക്കുക. കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണ്, അതുകൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. ഇതൊരു 1/2 കിലോ ചിക്കനാണ്. അത് ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തതാണ്. നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ച് അടച്ചു വെച്ച് വേവിക്കാം. ഇതൊരു 1/4 കപ്പ് വെള്ളമുണ്ട്, അതുകൂടി ഒഴിച്ച് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ചിക്കൻ ഒരു പകുതി വേവായിട്ടുണ്ട്. ഇതൊന്ന് നന്നായി നമുക്ക് മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് കായ ഇട്ട് കൊടുക്കാം. ഇതുപോലുള്ള ഒരു ചെറിയ കായ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പം നമ്മുടെ കായയും ചിക്കനും എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളം അല്പം കൂടി ഒന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് മറ്റൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു 10 ചെറിയ ഉള്ളിയുണ്ട്, അതൊന്ന് ചതച്ചെടുത്തതാണ്. 8 വെളുത്തുള്ളിയാണിത്, അതും ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടി ഒന്ന് നന്നായി ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. അല്പം കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഉള്ളിയും വെളുത്തുള്ളിയെല്ലാം വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ചതച്ച മുളകും, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടിയിട്ട് നമുക്ക് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരുന്ന ചിക്കനും കായയും ഇട്ട് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. നമ്മുടെ ടേസ്റ്റിയായ കായയും ചിക്കനും ഉലർത്തിയത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുകയും ചെയ്യുക. ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്